എനിക്ക് എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനങ്ങനെ ഒരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകുക എന്ന് പറയുന്നത് ഒരു ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു പണ്ട് മുതലേ. അപ്പോൾ എൻ്റെ സ്കൂൾ ഏർലിയസ്റ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് ഒന്നാം ക്ലാസ്സിൽ എന്നെ ആദ്യമായിട്ട് അമ്മ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ സൈഡിൽ നിൽക്കുമായിരുന്നു ഫസ്റ്റ് ഡേ. അപ്പോൾ അമ്മ എന്നെ അവിടെ ആക്കിയിട്ട് അമ്മ പോകുന്നത് ഞാൻ കണ്ടു. പോകുന്നത് കണ്ടോടെ എൻ്റെ ഹൃദയം തകർന്ന്, എനിക്ക് ആരും ഇല്ല എൻ്റെ ജീവിതത്തിൽ, കരയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അന്നത്തെ ക്ലാസ് ടീച്ചറുണ്ട്, ഭാനുമതി ടീച്ചർ. ഭാനുമതി ടീച്ചറാണ് അന്ന് എനിക്ക് എൻ്റെ അടുത്ത് വന്നിരുന്ന്, പിന്നെ എല്ലാ ദിവസവും ടീച്ചർ എന്നെ വീട്ടിൽ വന്ന് കൊണ്ടുപോകാൻ തുടങ്ങി. ടീച്ചറുടെ ഓട്ടോയിൽ എന്നെ കയറ്റി കൊണ്ടുപോകും. അങ്ങനെയാണ് എന്നെ ഞാൻ സ്കൂളിൽ പോക്ക് എന്നുള്ളതൊരു സ്ഥിരമാക്കാൻ തുടങ്ങിയ, സ്കൂൾ ജീവിതം തുടങ്ങിയത് ഭാനുമതി ടീച്ചർ കാരണമാണ്. എനിക്കിപ്പോൾ ബാക്കിലോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പലപ്പോഴും സ്കൂളിനെ പഠിത്തത്തിനേക്കാൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാക്കി തന്നത് സൊസൈറ്റി ബിൽഡ് ചെയ്യാൻ ഒരു സ്കൂളിൻ്റെ അകത്തുള്ള ടീച്ചേഴ്സ് തരുന്ന ഈ എന്താ പറയുക പാഠങ്ങൾ, സ്കൂൾ പഠിപ്പിക്കുന്ന പാഠങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ കൈൻഡ്നെസ്സിൻ്റെയും എല്ലാവരും ഒരുപോലെ കാണേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ എനിക്ക് ഏർലി ഡേയ്സിൽ തൊട്ടേ എനിക്ക് പഠിപ്പിച്ചതെന്ന് ഭാനുമതി ടീച്ചറാണ്. എനിക്ക് ആഗ്രഹമുണ്ട് ഭാനുമതി ടീച്ചറെ പോലെയുള്ള ഒരുപാട് ടീച്ചർമാരുണ്ടാവണം എല്ലാ സ്കൂളുകളിലും. താങ്ക് യു ഫോർ യുവർ സർവീസ്.